ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ബ്ലൂ റോസ് ഫ്ലവർ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഈസിയായി വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണേ. ഇനി നമുക്ക് ഇതിൽ 7 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒരു മടക്കും കൂടി മടക്കി കൊടുക്കണം കേട്ടോ. ദേ ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ റോസ് പെറ്റൽസിന്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് പെറ്റൽസ് നമുക്ക് ഇതിൽ വരച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ വരച്ചെടുത്ത ഷേപ്പിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ വരച്ചെടുത്ത ഷേപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതുപോലെ 4 ഷീറ്റായിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിന് 4 ലെയർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് അതിന് പകരം 4 ഉള്ളത് 8ഓ 10ഓ ഒക്കെ ചെയ്യാം. അപ്പോൾ ഫ്ലവർ ഒന്നുകൂടെ വലിപ്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വലിച്ച് നമുക്ക് ഒന്നുകൂടെ ഷേപ്പാക്കി എടുക്കാം. ഇനിയൊരു സ്റ്റെം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ഈ ഒരു സ്റ്റെം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ പീസും എടുത്തതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് സ്ലോലി റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ലെയർ ഒട്ടിച്ചെടുക്കാൻ ഞാൻ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരം ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതുമില്ലാത്തവർക്ക് നമ്മുടെ മൈദയുണ്ടല്ലോ വീട്ടിലുള്ള, ആ മൈദ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും രണ്ടാമത്തെ ലെയർ ഒട്ടിച്ചെടുക്കാം. ഞാനിതിന് 4 ലെയറാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. പകരം നിങ്ങൾക്ക് 6ഓ അതുപോലെ 8ഓ 10ഓ ഒക്കെ ആക്കാം. അപ്പോൾ ഫ്ലവർ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിനെ നമുക്ക് ലീഫ് നിർമ്മിക്കാം. അതിന് ഇതുപോലെ ഗ്രീൻ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഞാൻ ലീഫ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് വലിച്ച് ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം.
നമ്മൾ ചെയ്ത ഈ ബ്യൂട്ടിഫുൾ ഫ്ലവർ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.